ആണ്. നമ്മളിപ്പോൾ വന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയാണ്. മുണ്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മളുടെ കൂടെ ഉള്ളത് സാറിന്റെ പേര് പറഞ്ഞു ജയശങ്കരൻ. നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്നത് മണിസാർ എന്നാണ്. മണിസാർ എന്നാണ്. അപ്പോൾ സാറിന്റെ റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ വന്നത്. നമ്മളെ റബ്ബർ തോട്ടത്തിൽ വന്ന സമയത്ത് വെച്ചാൽ ഈ പ്രാവശ്യം നമ്മളുടെ കുറച്ച് ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തതിൻ്റെ അകത്തുള്ള സാറിന്റെ അഭിപ്രായവും ആ യൂസ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് മീറ്റിംഗിൻ്റെ അകത്ത് എടുക്കാൻ പോകുന്നത്. അപ്പം കൂടുതൽ വിവരം സാറിൻ്റെ കിട്ടാം. സാറേ, നമ്മൾ എന്നാണ് ഉപയോഗിച്ചത്? ഞങ്ങൾക്കൊരു 4 മാസം 4 മാസമായിട്ട് ഉപയോഗിച്ച സമയത്ത് നമ്മൾ പാല് കുറഞ്ഞ സമയത്തല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്തത്, നമ്മൾ തുടങ്ങുന്ന ടൈമിലാണോ അതോ കുറഞ്ഞ സമയത്താണോ നമ്മളേക്ക്? അല്ല, ഞാൻ റബ്ബർ, അതായത് ഞാൻ സാധാരണ ചിങ്ങത്തിൽ എല്ലാ ഇതല്ല, ചിങ്ങത്തിലാണ് ഈ ഇത് ചെയ്യുക, റെയിൻ ഗാർഡ് ചെയ്യുക. ചിങ്ങത്തിൽ ആ ഇതുണ്ടാവില്ല, ഒരു വെയിലുണ്ടാവില്ല, ആ സമയത്താണ് റെയിൻ ഗാർഡ് ചെയ്യുക. അതുവരെ ഞാൻ റെസ്റ്റ് കൊടുക്കും. ആ സമയത്ത് വലിയ താമസമില്ലാതെ ഇതാണ് ഒഴിച്ചു. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചത് വെച്ചാൽ പിന്നെ നമ്മുടെ അസറ്റോബാക്ടർ എന്ന് പറയുന്ന നൈട്രേഷ്യ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫോസ്ഫേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഫോസ്ഫോഫിക്സിക് ബാക്ടീരിയയാണ് ഇതിനകത്തുള്ളത്. പിന്നെ പൊട്ടാഷ് മൊബിലൈസിൻ ബാക്ടീരിയ, പിന്നെ നമുക്ക് വരുന്ന പൊട്ടാഷ് മൊബിലൈസിൻ ബാക്ടീരിയ, പിന്നെ മൊബിലൈസിൻ ബാക്ടീരിയ വരുന്ന പൊട്ടാഷ്യ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഗ്രിഫിൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് മൈക്രോബിയൽ കൺസോർഷ്യാണ് വരുന്നത് ഗ്രിഫിൻ്റെ അകത്ത്. പിന്നെ വാം HD, അത് നമ്മുടെ വാമിന്റെ പിന്നെ HD ഫോർമുലേഷൻ, അതായത് 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1000 പ്രൊപ്പിഗോൾസ് ആണ് അതിനകത്ത് വരും. അപ്പോൾ അത്രയും സാധനങ്ങളാണ് സാറിന് ഞങ്ങൾ ഫസ്റ്റ് രീതിയിൽ തന്നിട്ടുണ്ടാവുക. അപ്പൊ 5 പ്രോഡക്റ്റ് ആയിട്ടില്ലേ തന്നിട്ടുണ്ടാവുക അല്ലേ? 5. അപ്പൊ ഈ 5 പ്രോഡക്റ്റിൽ അത് വാം എന്ന് പറയുന്നത് നമ്മുടെ ചടവേരുണ്ടല്ലോ, നമുക്കിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ റബ്ബറിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഈ ചടവേരാണ്, വളവേലിയം വേരാണ് വേണ്ടത്. അപ്പോൾ ഈ വളംവേലിയം വേരിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട. അപ്പോഴാണ് നമുക്ക് എന്താ വെച്ചാൽ കൂടുതലായിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ മണ്ണെന്നുള്ളൊരു മൊത്തമായിട്ടുള്ള ന്യൂട്രിയൻസിനെ എല്ലാം എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചെടിക്ക് കൊടുക്കുക എന്നുള്ള ധർമ്മമാണ് നമ്മളിപ്പോൾ ചെയ്തത്. മൈക്രോബ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതാണ് നമ്മളുടെ ചെയ്ത കാര്യങ്ങൾ. ഇപ്പൊ ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടി എന്നുള്ളത് സാറാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കുറച്ച്, അതായത് DRC ഒക്കെ കുറച്ച് കൂടി വന്നിട്ടുണ്ട്. പിന്നെ പാലിന്റെ അളവും കൂടി. പിന്നെ ഞാനൊരു കാര്യമുണ്ട്, ഇതിലിപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള ടാപ്പിംഗ് ആണ് എന്ന് പറഞ്ഞാൽ 3 ദിവസം കൂടുമ്പോഴേ ഞാൻ ടാപ്പ് ചെയ്യും. മനസ്സിലായി? അതും നല്ല ടാപ്പ്, ഒരു ടാപ്പറാണ് മറ്റുള്ളത്. നല്ല ശരിക്കും കണ്ടാൽ തന്നെ അറിയും, കണ്ടോ നല്ല, അതായത് ശരിക്ക് എവിടെയെങ്കിലും ഒരു മുഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല മരത്തിന് തട്ടാതെ നല്ല രീതിയിൽ, അപ്പോൾ അതായത് മരത്തിനെ വേദനിപ്പിക്കാതെ. അപ്പോൾ 3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ വിളമ്പൊക്കെ രീതിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ അവൻ മാത്രമല്ല, അയാൾ 3:30 മണിക്ക് വിട്ടു തുടങ്ങി. മനസ്സിലായി? രാവിലെ 3:30 മണിക്ക് വിട്ടു തുടങ്ങി 6 മണിക്ക് അവൻ്റെ വിട്ട് കഴിയും. ആ സാധനം പിന്നെ അയാൾ എടുക്കുക, പ്രോസസ്സ് എടുക്കുക 9 മണിക്ക്. സാധാരണയിലേക്ക് ആരും അങ്ങനെ ഞാൻ ചെയ്യില്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇവിടെ പലരും 9 മണിക്കേ ചെയ്യും. അവർ 11 മണിയാവും അയാളുടെ പ്രോസസ്സിങ് കഴിയുമ്പോഴേ. മനസ്സിലായി? അപ്പോൾ അത്രയും ഷാർപ്പായിട്ട് നല്ല നിലയ്ക്ക് ചെയ്യുന്ന ഒരു വെട്ടുകാരനാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമാണ്. പക്ഷേ അതോടുകൂടി തന്നെ എനിക്ക് നല്ല ഇത് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഈൽഡൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ DRCനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സാറിന്റെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു, അതായത് പോക്കൂട്ടിൻ്റെ അകത്ത്. ഞാൻ സാധാരണ ഇങ്ങനെ ശരിക്കും ഇതിന്റെ അളവൊന്നും അറിയില്ല. ഞാൻ സാധാരണ എനിക്ക് ഒരു പ്രാവശ്യം പുക നിറയുമ്പോൾ, പോക്കൂട് നിറയുമ്പോൾ ഇത് അങ്ങനെ എടുക്കുക. അതായത് ഇന്ന് വെട്ടിയാൽ ഇന്നും നാളെ, അതായത് 2 ദിവസം അടുപ്പിച്ച് കിട്ടുമല്ലോ, പിന്നെ ഒരു ദിവസം ഒഴിവ്, അങ്ങനെയാണ് ഈ 3 പക്കം എന്ന് പറയുന്നത്. അപ്പോൾ 2 ദിവസം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് വൈകുന്നേരത്ത്, അതായത് 2-ാം ദിവസം ഉച്ചരിഞ്ഞിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞാൽ ഇത് പുകയിലേക്ക് ഇടും. അന്ന് പോയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഇല്ല, അത് കഴിഞ്ഞാൽ പിന്നെ 3-ാം ദിവസം അല്ലേ അന്നാണ് പിന്നെ ഇടുക. അങ്ങനെ ഇത് വരുമ്പോൾ ഒരു 75 ഷീറ്റ് 80 ഷീറ്റൊക്കെ വരും. എത്ര മരത്തിനാണ്? 300 മരമാണ് ഇപ്പോൾ വെട്ടുന്നത്. മൊത്തം 600 മരം, 596 മരം. ഇപ്പൊ തെളിച്ചത് 300 മരം അല്ല, 596 മരം വീതാണ് ദിവസം വെട്ടുന്നത്. പിന്നെ 1.5 വെട്ടാണ്. അതെ, അതിൽ ഒന്നില് പിന്നെ ഒരു ഇന്നിപ്പോ 38. നമ്മളെ മരം എന്ന് പറയുന്നത് 105 105 കുറച്ച് മറ്റേതും ഉണ്ട്. എന്താണ് PV 230. ഇപ്പൊ നമുക്ക് വ്യത്യാസം, ഇപ്പൊ നമ്മളിപ്പോ എല്ലാത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ PV അതിൽ അപ്പുറത്തുള്ളത് അതിപ്പോ എങ്ങനെയാ വെച്ചാൽ കുറച്ച് ഇതാണ്, അതായത് കമ്മിയാണ്, DRC കുറച്ച് കമ്മിയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും. അപ്പൊ അതിന് മറ്റേ ഒരു ഭാഗത്ത് നിന്ന് ഒരു 40 ഷീറ്റും ഒരു ഭാഗത്തു നിന്ന് ഒരു 30 ഷീറ്റും, അങ്ങനെ 40, 30, 70 ഷീറ്റ്. അപ്പോൾ ഒരു ആവറേജ് കണക്ക് കൂട്ടുമ്പോൾ 35.
അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എടുക്കുന്ന ഷീറ്റിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം സാർ ഇപ്പോൾ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഇപ്പം നമ്മളുടെ ബയോ യൂസ് ചെയ്ത സമയത്ത് എത്രേൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്? ഒരു 5-6 ഷീറ്റിൻ്റെ ഒക്കെ മാറ്റം, 5-6 ഷീറ്റിൻ്റെ വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിലുപരി ഞാൻ ഈ പറഞ്ഞില്ല നേരത്തെ പുകപ്പരയിൽ ഒരു പുക, അതായത് ഒരു പുകപ്പര ഫുള്ളായിട്ട് എടുക്കുമ്പോൾ മുമ്പ് എനിക്ക് കിട്ടിയിരുന്നത് 4.35, അതായത് അത് കൃത്യമാണ്, അതായത് അത് മാറ്റല്ല. കാരണം അത് നിറയുമ്പോഴേ എടുക്കൂ, അത് എടുക്കുക അങ്ങനെ കൊണ്ടുപോയി, അതായത് പിന്നെ വീട്ടിലേക്ക് വെക്കില്ല, അത് അങ്ങനെ കൊണ്ടുപോയി വെക്കുക. മനസ്സിലായി? അങ്ങനെയാണ് അത് സാധാരണ എനിക്ക് ഡെയിലി അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് സാധാരണ കിട്ടുന്നത് 4.35, 4.40, 4.50 വരെ അങ്ങോട്ട് ഒപ്പിക്കാം. മനസ്സിലായി? അത് ആയിട്ട് കുറച്ച് അതിനനുസരിച്ച്. പക്ഷെ അതിപ്പോൾ കഴിഞ്ഞ തവണ 5 കിൻഡൽ, അതായത് ഒരു പുകപ്പര ഫുള്ളായിട്ട് എടുത്തപ്പോൾ 5 കിൻഡൽ വന്നു. ഞാൻ അപ്പം അത് ഈ IPL-ഉണ്ടാവുന്ന ഞാൻ ഉദ്ദേശിക്കണത്, അല്ലാണ്ട് ഇപ്പോൾ ഇത് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല, ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല, നിഷേധിച്ചിട്ടും കാര്യമില്ല. ഒരു 5 കിൻഡൽ വരെ. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അത് ചോദിച്ചു വരാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തത് വെച്ചാൽ സിങ്ക് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സിങ്കേഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പോൾ ഒരു വയലറ്റ് കളറിലുള്ള ഒരു ചെറിയൊരു ട്യൂബ്. ഈ സാധനം എന്താ വെച്ചാൽ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസിനെ ഒക്കത്തിന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ എടുത്തു കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് മണ്ണിൻ്റെ അകത്ത് നിന്ന് സിങ്കും കയറും, അതേപോലെ തന്നെ നമുക്ക് ആ സൾഫറും അയണും എല്ലാം പിടിച്ച് കയറ്റാണ്. അപ്പോൾ എടുത്ത് കയറുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള സോളിഡ് കണ്ടന്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും, നമുക്ക് കൺസിസ്റ്റൻസിൻ്റെ അത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് കയറുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഉണക്ക റബ്ബർ, അതായത് നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ടുള്ള ഉണക്ക റബ്ബറിൻ്റെ കൗണ്ട് കൂടും, അതേപോലെ തന്നെ വെയിറ്റ് കൂടും. ഇതാണ് സിങ്കേഷ്യാണ് അതിൻ്റെ സിങ്കേഷ്യം പൊട്ടാഷ്യാണ്. പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പൊ ഈ പാലിൻ്റെ അകത്തേക്ക് വലിക്കാനുള്ള മൈക്രോ ന്യൂട്രിയൻസിനെ വലിക്കാനുള്ള ചലിപ്പിക്കാനുള്ളത് സിങ്കേഷ്യാണ് അതിൻ്റെ ചെയ്തത്. പിന്നെ നമ്മളിപ്പം ഈ റബ്ബറിൻ്റെ അകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ ചടവേര്, നമ്മളുടെ 4 വേര് പോലെയുള്ള ഈ ചടവേരുകളുടെ എണ്ണം ഇതെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ റബ്ബർ തോട്ടത്തിൻ്റെ അത് മുകളിൽ കിട്ടുകയും ചെയ്യും. പക്ഷെ ഇതെന്താ വെച്ചാൽ ഒന്ന് മഴയൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റെ വ്യത്യാസം ഉണ്ടാവും, ഇതെല്ലാം പൊഴിപ്പും. പക്ഷെ ഇവൻ ഇപ്പോഴും പോയിട്ടില്ല. ഇതൊന്നും നമുക്ക് വേര് വലിച്ചെടുക്കാനുള്ള ഒരു ശേഷി നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. ഈ മൈക്രോ ന്യൂട്രിയൻസിനായാലും ശരി ഫോസ്ഫറസിനെ ആയാലും ശരി എല്ലാം വലിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഇവൻ കൊണ്ടുവന്നു. അപ്പം ഇവന്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്ത ഗ്രിഫിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി നമ്മുടെ എന്താ വെച്ചാൽ ഈ പരിസരത്തുള്ള pH-ന്റെ ലോക്ക് നമുക്കുള്ളത്. pH-ന്റെ മൂല്യം കുറവാണെന്ന് എനിക്ക് കഴിഞ്ഞ അതെന്താ സംഗതി? നമുക്ക് ലോ pH ആയി കഴിഞ്ഞാൽ അസിഡിക് ആവും നമ്മുടെ സോയിൽ. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ, ഞാൻ അതിനെപ്പറ്റി മുഴുവൻ പഠിച്ചിട്ടില്ല. pH-ന്റെ എന്താ മൂല്യം അങ്ങനെയുണ്ട് മൂല്യം? അതെ, pH നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ മണ്ണ് അസിഡിക് ആയി. ഈ അസിഡിക് കഴിഞ്ഞ കൂടി പരിശോധിച്ചപ്പോൾ pH മൂല്യം കുറവാണ്. അപ്പൊ അത് നമുക്ക് ഡോളോമേറ്റ് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഇതും കൂടി യൂസ് ചെയ്ത് തന്നെ. അപ്പം നമുക്കിപ്പോൾ എന്താ വെച്ചാൽ മണ്ണിൻ്റെ അകത്തുള്ള pH ഇതായി, അതുകൊണ്ടാണ് ഇപ്പം തെളിഞ്ഞ് വേരിൻ്റെ അകത്തുള്ള കളറിൻ്റെ അകത്ത് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. pH കൂടി കഴിഞ്ഞാൽ ബ്രൗൺ കളറിലേക്ക് വേരുണ്ടാവും, വെള്ള കളറിലേക്ക് മാറി. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാം വലിച്ചെടുക്കാനുള്ള ശേഷി കൊണ്ടുവന്നു. അതുകൊണ്ടാണ് സാറിന് ഇപ്പം പെട്ടെന്ന് അത് വലിച്ചു കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫുൾ ആൻഡ് ഫുള്ള് ബയോളജിക്കൽ എന്നുള്ള കോൺസെപ്റ്റ് അല്ല, നമ്മളൊരു 30% നമ്മളുടെ പിന്നെ എന്താ പറയുക നമ്മളുടെ സാധാരണ ന്യൂട്രിയൻസ് ഉപയോഗിക്കാം, ന്യൂട്രിയൻസ് ഉപയോഗിക്കുക. പക്ഷേ ഈ ന്യൂട്രിയൻസിനെ ചലിപ്പിക്കാൻ ഇങ്ങനെ കുറച്ച് ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മണ്ണിൽ നടക്കുന്നില്ല. ഇത് പണ്ട് കാലത്ത് നമ്മൾ ജൈവമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് നടക്കാത്തതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ജീവാണു വളങ്ങളുടെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് നമുക്ക് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാറ് ചെയ്തു നോക്കി. അപ്പോൾ വളരെ നല്ല മറ്റേ പ്രധാനമായിട്ട് ഇതിൽ ഞാൻ നല്ലോണം വളം ചെയ്യാറ്, അതായത് രാസവളം, ജൈവവളം ചെയ്യും, രാസവളം ചെയ്യും, അതോടൊപ്പം പിന്നെ ഡോളോമൈറ്റ് ഇടും. പിന്നെ അതിൻ്റെ കൂടാതെയാണ് ഇപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ അത് ഡോളോമൈറ്റ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് എല്ലാ വർഷവും, അതായത് ഒരു വർഷത്തിലും മാറ്റം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ റാപ്പിംഗ് എല്ലാറ്റിനും ഒരു ചിട്ട ഉണ്ട്. അപ്പോൾ സാറിന് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് സാർ ഇത്രയും കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാൻ പറ്റും. അപ്പോൾ വളരെ നന്ദി, വിശ്വസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിച്ചതിന്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും.